പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ +2 പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച 2 പേരെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അതിൽ ഒരാൾക്ക് ഫുൾ A+ ഉണ്ട്. ഇതിൽ എന്താ വലിയ കാര്യമെന്നല്ലേ? കാര്യമുണ്ട്. അതെന്താണെന്നേ നമുക്കിത് ഈ റിപ്പോർട്ട് കണ്ടുവരാം. +2 റിസൾട്ട് വന്നിട്ട് കുറച്ചധിക ദിവസമായി. പക്ഷേ തിരക്കി നടന്ന 2 പേരെ കയ്യിൽ കിട്ടിയത് ഇപ്പോഴാണ്. പത്തനംതിട്ട റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പരീക്ഷ എഴുതി വലിയ വിജയം നേടിയ പശ്ചിമ ബംഗാൾ സ്വദേശികളായ 2 പേർ. നമുക്ക് ആ 2 പേരെ ഒന്ന് കണ്ടുവരാം. വർഷങ്ങൾക്ക് മുൻപ് ജോലി തേടി കേരളത്തിലെത്തിയ റോബർട്ട് പ്രധാന്റെ 2 മക്കളാണ് രോഹൻ പ്രധാനും റബീക്ക പ്രധാനും. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന ആഗ്രഹത്തിൽ കുടുംബം ഒന്നാകെ ഇവിടെ തുടർന്നു. ആഗ്രഹം വെറുതെ ആയില്ല. കൊമേഴ്സ് വിദ്യാർത്ഥിയായ രോഹന് ഇക്കഴിഞ്ഞ +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി റബീക്കയ്ക്കും വലിയ വിജയം. ഞാൻ 5ാം ക്ലാസ് തൊട്ട് MSc പഠിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നല്ല പഠിത്തമെല്ലാം നല്ലപോലെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ +1 +2 MSc തന്നെയാണ് പഠിച്ചത്. 10ാം ക്ലാസ്സും ഞാൻ MSc തന്നെ പഠിച്ചത്. എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. പിന്നെ +1 +2 ഞാൻ കൊമേഴ്സ് ആയിരുന്നു എടുത്തത്. പിന്നെ +2 എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. പഠിത്തത്തിലും കാര്യത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. അക്കൗണ്ടന്റ് ആകണമെന്നാണ് രോഹന്റെ ആഗ്രഹം. അധ്യാപിക ആകണമെന്ന ആഗ്രഹം റബീക്കയ്ക്കും. എല്ലാവരും എനിക്ക് നല്ലതായിട്ട് പഠിക്കാൻ പറഞ്ഞു. എനിക്കൊരു സന്തോഷമുണ്ട് പാസ്സായതുകൊണ്ട്. ഞാൻ BA ഹിന്ദി എടുക്കാൻ പോവുക. B.Ed ആകാൻ, ടീച്ചറാകാൻ. 2 പേർക്കും പശ്ചിമ ബംഗാളിനേക്കാൾ ഇഷ്ടം കേരളത്തോട്. കേരളത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടുന്നുവെന്ന് ഇരുവരും. കേരളവും ബംഗാളും കൂടെ നോക്കുമ്പോൾ കേരളം കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ്. പഠിത്തത്തിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ പഠിത്തം ഇവിടുത്തെ അവിടുത്തെ ആയിട്ട് നോക്കുമ്പോൾ നല്ല പഠിത്തമാണ്. എനിക്ക് കേരളം ഇഷ്ടം. ഇവിടെ നല്ല പഠിത്തമൊക്കെ അല്ലേ, അവിടെ അത്ര നല്ലതല്ല. സ്കൂളിലെ ചെയർമാനും ഈ പശ്ചിമ ബംഗാളുകാരൻ തന്നെ. ഒരുപക്ഷെ ആദ്യമായാകും അങ്ങനെയൊന്ന്. കലാകായിക മേളകളിലും ഇരുവരും നിറസാന്നിധ്യം. വളരെ സന്തോഷം തോന്നുന്നതാണ്. കാരണം പശ്ചിമ ബംഗാളിൽ നിന്ന് ഇവിടെ എത്തി നമ്മുടെ കേരളവുമായിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങി. കാരണം ഈ കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ രോഹനും റബിക്കയും 2 പേരും 5ാം ക്ലാസ് മുതലേ ഇവിടെ പഠിക്കുന്നതാണ്. ഈ സ്കൂളിൽ 5ാം ക്ലാസ് മുതലേ പഠിച്ച രോഹന് 10ാം ക്ലാസ്സിലും ഫുൾ A+ വാങ്ങിച്ചു. സ്കൂളിൽ ഇവർ +2 പഠിക്കുകയും +2 നമുക്ക് അറിയാമല്ലോ A+ വാങ്ങിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും അതിലും നല്ല ഫുൾ A+ വാങ്ങിക്കുകയും അതിലൊക്കെ ഉപരിയായിട്ട് 1500 വിദ്യാർത്ഥികളോളം പഠിക്കുന്ന ഈ സ്കൂളിൻ്റെ നേതൃനിരയിലേക്ക് സ്കൂളിൻ്റെ ചെയർമാൻ എന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തു. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉള്ളൊരു കുട്ടിയാണ്. റീത്ത പ്രധാനാണ് അമ്മ. അച്ഛൻ റോബർട്ട് വൈക്കത്തെ KL62 എന്ന റെസ്റ്റോറൻറ്റിൽ ഷെഫാണ്. 2 ആഴ്ച മുൻപ് നാട്ടിൽ പോയപ്പോൾ അവിടെയും ഇരുവർക്കും അഭിനന്ദന പ്രവാഹം. ലോകം കീഴടക്കുന്ന മലയാളികളുടെ നാട്ടിലെത്തി സ്വപ്നങ്ങൾ നേടിയെടുക്കുകയാണ് ഇരുവരും. പശ്ചിമ ബംഗാളിൽ നിന്നും കേരളത്തിലെത്തി പഠിച്ചു. +2 വലിയ വിജയം 2 പേരും നേടി. 2 പേർക്കും ഭാവിയിലും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.